ഹായ്. എന്താ പറയുക, ഇന്നത്തെ സബ്ജക്റ്റ് അരളിപ്പൂവ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ആ ന്യൂസ്. ഞാനും കേട്ടു. ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം, ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുന്നേ ന്യൂസ് കേൾക്കുന്നതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ മോനെയും കൊണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെയൊക്കെ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. നാത്തൂൻ്റെ അമ്മായിയമ്മ പുള്ളിക്കാരി മോനെ ഭയങ്കര സ്നേഹം. അവനെ എടുത്ത് കൊണ്ടുപോയിട്ട് അവരിങ്ങനെ അമ്പലത്തിൽ മാലയൊക്കെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അവരെ എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ചെമ്പരത്തിപ്പൂവും ഈ അരളിപ്പൂവും, അവൻ്റെ ഒരു കയ്യിൽ ചെമ്പരത്തിപ്പൂവും ഒരു കയ്യിൽ ഈ പൂവായിട്ടാണ് അവർ തിരിച്ച് വന്നത്. ഞാനിപ്പം ഈ ന്യൂസ് എടുത്ത് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, സത്യം പറഞ്ഞാൽ ദൈവമേ, ഞാനന്നേരം അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ആ പൂവിനോട് ഇത്ര ഇഷ്ടം തോന്നിയില്ല. അവൻ വായിൽ വെച്ചാലോ ഫുള്ള് വായിലിട്ട് പോയാലോ, നമ്മൾ കഴിച്ച് ശീലമില്ലാത്തൊരു പൂവല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പൂ മേടിച്ച് കളഞ്ഞിട്ട് ചെമ്പരത്തിപ്പൂ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. നീ വെച്ചോ, കഴിച്ചാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ന്യൂസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും ഷോക്കിംഗ് ആയിപ്പോയിട്ടോ, ഭയങ്കര. അതായത് ആ പൂവ് കടിക്കും അങ്ങനത്തെ ചെയ്തിട്ടാണ് ആ പെൺകുട്ടി മരിച്ചുപോയി എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നേച്ചറിലുള്ള സാധനങ്ങളല്ലേ, ഭയങ്കര അതൊന്നും അത്ര വിഷമുള്ളതൊന്നും ഉണ്ടാവില്ല, പൂവല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് എത്ര ഡേഞ്ചറാണെന്നുള്ളത് നമ്മൾ ആ ന്യൂസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ ഓടിക്കളിക്കണൊക്കെ സമയത്ത്, ആ പ്രായമുണ്ടല്ലോ, ആ സമയത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെടി ഉണ്ടായിരുന്നു. അതായത് ഈ പച്ചയിൽ വെള്ള കുത്തുകുത്ത് ഇലയാണ്, വെള്ള കുത്തുകുത്ത് ഇലയുള്ള. അപ്പം ഞാൻ ഈ ചെടിയുടെ ഇല പൊടിച്ച് കടിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കടിച്ചതും എൻ്റെ ഈ ഉമിനീർ ഗ്രന്ഥികളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉമിനീരിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഉമിനീരിങ്ങനെ പുറത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മയങ്ങി വീണുപോയി. പിന്നെ എൻ്റെ കുഞ്ഞമ്മമാരാണോ എന്നെ എണീപ്പിച്ചത്, എഴുന്നേറ്റപ്പോൾ എല്ലാവരും ഉണ്ട് ചുറ്റും. കുറച്ച് നേരം ഞാൻ മയങ്ങി വീണുപോയി. കുറേ ഇങ്ങനെ, അതായത് എൻ്റെ കൺട്രോളിലല്ലാതെ എൻ്റെ തുപ്പലിങ്ങനെ പോകുമായിരുന്നു. ഈ അടുത്താണ് ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിൽ, എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ചൊരു ന്യൂസ് ആരോ ഷെയർ ചെയ്ത് വിട്ടത്, ഈ ചെടി ഡേഞ്ചറാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് പണ്ടേ ഉണ്ട്. ഞാൻ പിന്നെ ആ ചെടി കടിച്ചിട്ടില്ല, എനിക്കൊരു അനുഭവം എനിക്കുണ്ട്. ആ ചെടി ഞാൻ കടിച്ചിട്ടില്ല. അതേപോലെ പിന്നെ വേറൊരു അരളിപ്പൂ തന്നെയാണ് തോന്നുന്നു. നമ്മുടെ ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ സൈഡിലൊക്കെ കാണാം ഒരു മഞ്ഞ പൂവായിട്ട്. അപ്പോൾ അത് കുട്ടിക്കാലത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച കളർ കായ, അത് വിഷമാണ്, അത് കഴിക്കരുത്, തൊടരുത്. അതുകൊണ്ട് തന്നെ ആ മരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ അധികം അടുക്കാറില്ല, അങ്ങനെ പോവാറില്ല. ആ പൂ പൊട്ടിക്കുമ്പോൾ ഒരു പാൽ കളർ കറയാനുണ്ടാവുക. അപ്പം എന്താ പറയുക, നമ്മൾ ഈ കുട്ടികളുള്ളടത്ത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് കഴിക്കരുത്, കഴിക്കാൻ പാടാത്തതാണ്. അത് എങ്ങനെയെങ്കിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ കൈയെത്തുന്ന ദൂരത്തുനിന്ന് ഈ ചെടികളും പൂക്കളും ഇങ്ങനത്തെ സംഗതികളൊക്കെ, അതായത് ഡേഞ്ചർ ആയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി മാറ്റി വെക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്, അതായത് നമ്മൾ കഴിക്കാറുണ്ടല്ലോ, ചെമ്പരത്തി കഴിക്കാറുണ്ട്, റോസ് കഴിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അത് നമുക്കറിയില്ലല്ലോ, അതിൽ എന്തെങ്കിലും മരുന്ന് സ്പ്രേ ചെയ്തിട്ട് എവിടെന്നെങ്കിലും കിട്ടിയത് അങ്ങനെ പൊട്ടിച്ച് വായിലിടുക ഒന്നും ചെയ്യരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കാലം ഒരുപാട് മാറിപ്പോയി. അതേപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, കൊറോണ സമയത്താണ് തോന്നുന്നത്, എനിക്ക് ഡേഞ്ചറാണോ അല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഇല്ല. അതായത് എനിക്ക് പേടിയാണ്. കാരണം എന്താ പറയുക, ഏതിനൊരു അളവുണ്ട്. ആ അളവിൽ കൂടുതൽ നമുക്ക് അളവറിയാതെ നമുക്ക് തോന്നിയ ഔഷധ സസ്യങ്ങളും ഇപ്പം തന്നെ ഈ അരളിപ്പൂ എന്ന് പറഞ്ഞാൽ ഔഷധമാണെന്ന് പറയുന്നു. പക്ഷെ അത് ഔഷധമാണെന്ന് പറഞ്ഞാൽ നേച്ചറിൽ നിന്ന് പൊടിച്ച് ഡയറക്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഔഷധമാണെന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് പൂവ് കണ്ടില്ല, എല്ലാവരും വയലറ്റ് ചായ ഇട്ട് കൂടി, ചിലർ പറയും ഭയങ്കര ഉറപ്പൊക്കെ പറയും. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസാണ് അങ്ങനെ ഈ പൂവിട്ടിട്ട് കാപ്പിയിട്ട് കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയില്ല നമ്മുടെ ഹെൽത്തിനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. തോന്നിയ മാതിരി ഒരു അളവും ക്വാണ്ടിറ്റി, അതായത് അതൊന്നും ഇല്ലാതെ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കഴിച്ചിട്ടില്ല. ഇപ്പം ചിലർ വിചാരിക്കും ആയുർവേദ നേച്ചുറല്ലേ, പിന്നെ എന്താ പറയുക, ഇത് ആയുർവേദിക് അല്ലേ, അതുകൊണ്ട് എത്ര കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും അല്ല. എല്ലാത്തിനും അതിൻ്റെ അളവ്, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് ചെയ്യുന്നതാണ്. നമ്മുടെ നേച്ചറിൽ നിന്നുള്ള കുറേ സാധനങ്ങളായിരിക്കും ആയുർവേദത്തിന് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ തന്നെയല്ലോ. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അനുസരിച്ചല്ല എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ അത് ഡേഞ്ചറായിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കാത്ത വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട് എടുത്ത് ചെയ്തു. ഇപ്പോൾ ആ കുട്ടി അങ്ങനെ എടുത്തുകാടി ചെയ്തതല്ല, പക്ഷേ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ചില യൂട്യൂബിലൊക്കെ നമ്മൾ ചില ചെടികളൊക്കെ കാണുമ്പോൾ ഈ ചെടി തന്നെയല്ലേ ഈ ചെടി, അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലുണ്ട്, അപ്പോൾ ഇത് നമുക്ക് പൊടിച്ച് കഴിക്കാം. നോ,
ഞാൻ ചിലപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയത് ശരി, പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യണ്ട കേട്ടോ. കാരണം നമുക്കറിയില്ല ഈ വീഡിയോയിൽ കാണുന്ന എക്സാക്റ്റ് സാധനം തന്നെയാണോ നമ്മുടെ പറമ്പിലുള്ളത്, ഇത് സെയിം മാച്ച് ചെയ്യും, ചിലപ്പോൾ അതുപോലെ തോന്നുന്നതാണെങ്കിലോ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുകയാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്ന, നമ്മൾ ലൈഫിൽ നമുക്ക് ജീവിക്കാൻ കൊതിയില്ലാത്തവരാരാളും. ഒരു പൂവ് പൊട്ടിച്ച് കടിച്ച് പോയതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പം ഓർക്കുമ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇങ്ങനത്തെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പരിസരത്തു നിന്നൊക്കെ അതിങ്ങനെ ഒഴിവാക്കുക എന്നാണ് പറയുക. അത് വിഷമുള്ളതായേക്കാം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒഴിവാക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതല്ലേ, അത്രയൊക്കെ തന്നെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ബൈ.